സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡ് പൗരത്വ നിയമത്തെയും മോദിയെയും അമിത്ഷായും ഒക്കെ പച്ചയായി പിച്ചിക്കീറി ചുമരിലൊട്ടിക്കുന്ന ഒരു പ്രസംഗം. ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഇങ്ങനെയാണ്: CA അഥവാ പൗരത്വ ഭേദഗതി നിയമം അത് മുസ്ലിം വിരുദ്ധമാണോ അതോ ഹിന്ദു അനുകൂലമാണോ? പൗരത്വ ഭേദഗതി ബില്ല് തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമാണെന്ന് നമ്മൾക്ക് വാദിക്കാനാകും. പക്ഷേ ഇത് ഹിന്ദു അനുകൂലവും മുസ്ലിം വിരുദ്ധമാണോ എന്ന് വസ്തുത നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ത്യയുടെ മതേതര ചരിത്രത്തെയും ഭരണഘടനയുടെ മതേതര ഫാബ്രിക്കിനെയും CA എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് രണ്ട് തരത്തിലുള്ള കുടിയേറ്റ തരംഗമുണ്ടായി. ആദ്യത്തെ തരംഗമുണ്ടായത് 1947 മാർച്ച് 1-നാണ്. പ്രശ്നങ്ങൾ അവിടെ ആരംഭിച്ചപ്പോൾ അവിടെ നിന്നും അഭയാർത്ഥികളുടെ വലിയൊരു ഒഴുക്കുണ്ടായി. അത് ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും കുടിയേറ്റമായി. അവർ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് കുടിയേറി. 1948-ലാണ് രണ്ടാം തരംഗം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ തങ്ങൾ സ്വപ്നം കണ്ട പാകിസ്ഥാൻ അല്ല ഇതെന്ന് മനസ്സിലാക്കി തിരികെ ഇന്ത്യയിലേക്ക് വന്നതാണ് രണ്ടാം തരംഗം. മുസ്ലിങ്ങളുടെ ഈ ഒരു തിരിച്ചുവരവ് ഇന്ത്യൻ അധികാരികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇതിനുവേണ്ടി ഉണ്ടാക്കിയ നിയമവും ഈ രണ്ട് വിഭാഗത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിൽ നിന്ന് പോയ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഒഴിവാക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. സർക്കാർ ഒരു പെർമിറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. അതിൽ ഹിന്ദു മുസ്ലിം എന്നൊന്നും എടുത്തു പറയുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആര് തന്നെ ആയാലും ഇന്ത്യ വിട്ടതിനു ശേഷം ഇന്ത്യയിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെ നിഷേധിക്കാനുള്ള അധികാരം നൽകുന്നതാണ് ഈ ഒരു നിയമം. ഇതിനു മുന്നേ വന്നവരിൽ അധികവരും ഹിന്ദുക്കളും സിഖുകാരും തന്നെയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരിക്കൽ പോയിട്ട് പിന്നീട് തിരിച്ചു വരുന്ന സ്ഥിരതാമസം ആക്കിയവർക്ക് 1948 ജൂലൈ 19 ശേഷം പെർമിറ്റ് നിർബന്ധമാക്കി. പാഴ്സികൾ ഇറാനിൽ നിന്ന് പലായനം ചെയ്തു. ഇറാൻ വിട്ട് ഇന്ത്യയിലേക്ക് വന്ന ഒരു പാഴ്സിക്ക് പൗരത്വം ലഭിക്കാൻ 11 വർഷം കാത്തിരിക്കണം. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു പലായനം ചെയ്യുന്ന ഒരു പാഴ്സിക്ക് 5 വർഷം കാത്തിരുന്നാൽ മതി. കൂടാതെ CAയിൽ മറ്റു പ്രശ്നങ്ങളും ഉണ്ടായി. 1987 മുമ്പ് ആർക്കും ജന്മം കൊണ്ട് ഇന്ത്യൻ പൗരത്വം ലഭിക്കുമായിരുന്നു. 87 ശേഷവും 2004 മുമ്പും ജനിച്ചയാളാണെങ്കിൽ ഇവിടെ ജനിച്ചവരാണെന്നും മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യയിൽ ജനിച്ചയാളാണെന്നും തെളിയിക്കണം. 2004 ശേഷം ജനിച്ചയാളാണെങ്കിലോ ഇതിൽ നിങ്ങൾ ഇന്ത്യയിലാണ് ജനിച്ചതെന്നും മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരത്വമുള്ളയാളാണെന്നും മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനാണെന്നും തെളിയിക്കേണ്ടി വരും. ഇനി നിങ്ങളൊരു അനാഥനോ ജനിക്കുന്ന സമയം തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ട്രാൻസ്ജെൻഡറോ ആണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ രണ്ട് തരംഗങ്ങളാണ് നേരത്തെ പറഞ്ഞത്. 1947 ഹിന്ദുക്കളും സിഖുകാരും ഉൾപ്പെടുന്നത്. മറ്റൊന്ന് 1948 ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഈ രണ്ടാം തരംഗം ഇന്ത്യൻ ഭരണകൂടത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഇത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ ഈ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതും ഏറെ പേര് തന്നെയാണ്. CA നിരവധി ന്യൂനപക്ഷങ്ങളെയും നിരീശ്വരവാദികളെയും അജ്ഞാനവാദികളെയും ഒഴിവാക്കുന്നുവെന്നും മതേതര രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുമ്പോൾ ഇന്ത്യയും മോദിയും ഉറ്റുനോക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനകളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമത്തിനെതിരെ CAക്ക് എതിരെ അല്ലെങ്കിൽ താക്കീത് കൊടുക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയും അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളും മുന്നോട്ട് വന്നത്. എന്തു തന്നെയായാലും CA നടപ്പാക്കൂ എന്നാണ് മോദിയും മോദിയുടെ സംഘവും അല്ലെങ്കിൽ മോദി സർക്കാരും പറയുന്നത്.